അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ വണ്ടി തേർഡ് സർവീസ് എല്ലാം ചെയ്തതിന് ശേഷം വണ്ടി ഫുള്ള് ഒന്ന് പോളിഷും ചെയ്തു, അതുപോലെ എൻജിൻ ബഫിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അതിപ്പം നമ്മുടെ വണ്ടി ഏതാണ്ട് 11,000 കിലോമീറ്റർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വണ്ടി ഒരു വർഷം തികഞ്ഞിട്ടുണ്ട്. അപ്പം വണ്ടിയുടെ ഇൻഷുറൻസും പൊല്യൂഷനും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വർഷം കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് വണ്ടി മൊത്തത്തിലൊന്ന് പോളിഷ് ചെയ്യാൻ തോന്നി. അപ്പം സർവീസിന് ശേഷം ഞാൻ വേറൊരു ദിവസം കൊണ്ടുപോയി വണ്ടി ഫുള്ളൊന്ന് പോളിഷ് ചെയ്തു. അപ്പം ബോഡിയെല്ലാം നല്ല നമ്മുടെ ഷോറൂം കണ്ടീഷനിൽ വണ്ടി തരുന്ന അതേപോലെ നല്ല വെട്ടി തിളങ്ങി നമുക്ക് കിട്ടും. അതുകൊണ്ടൊന്ന് പോളിഷ് ചെയ്തു. പോളിഷ് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് മാസം ലാസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ കൂടുതലായിട്ട് പൊടിയിലും വെള്ളത്തിലൊക്കെ കൊണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് പോളിഷിൻ്റെ ആ ഒരു എഫക്റ്റ് പോവും. എങ്കിലും തുടച്ച് വൃത്തിയായിട്ട് കൊണ്ടു കിടന്നു കഴിഞ്ഞാൽ കുറേ മാസം അത് കിടന്നോളും, നിലനിന്നോളും. പിന്നീട് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തത് എൻജിൻ ബഫിംഗ് ആണ്. നിങ്ങൾക്കറിയാം, റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളിൽ എൻജിൻ്റെ ഭാഗത്ത് മിക്കവാറും പെട്ടെന്ന് ഒരു പാട് പിടിക്കുന്നതാണ്, ഒരു ക്ലാവ് പോലത്തെ ഒരു സംഭവം പിടിക്കാറുണ്ട്. അത് എൻ്റെ വണ്ടിയിലും പിടിച്ചായിരുന്നു. ബാക്കി പൊതുവെ എവിടെയും എനിക്ക് തുരുമ്പും കാര്യങ്ങളൊന്നും വണ്ടിയിൽ ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾക്ക് റിംസൊക്കെ കാണാം, ടയറൊക്കെ കാണാം, നല്ല പക്കയായിട്ട് വെട്ടി തിളങ്ങി തന്നെ കിടപ്പുണ്ട്. കാരണം നമ്മൾ റെഗുലറായിട്ട് കഴുകി വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് അഴുക്കോ തുരുമ്പോ പോലെ എന്തെങ്കിലും തോന്നുന്ന സമയത്ത് ഞാൻ ഡീസലൊക്കെ വെച്ച് ഉരച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി വെട്ടി തിളക്കിയാണ് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രശ്നമൊന്നും ഇതുവരെ വന്നിട്ടില്ല. എങ്കിലും ഞാൻ ഇത്രയും കാര്യമായിട്ട് വൃത്തിയായിട്ട് കൊണ്ടു നടന്നിട്ട് പോലും നമ്മുടെ എൻജിൻ്റെ ഭാഗത്ത് കുറച്ച് പാടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു അടിഭാഗത്തൊക്കെ ആയിട്ട് ഒരു വെള്ളപ്പാടിങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു വേറെ ആരണ്ടും എൻ്റെ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിരുന്നു, ബ്രോ എൻജിൻ്റെ സൈഡിൽ പുതിയ വണ്ടിയാണ് ഒരു പാട് പിടിക്കുന്നത്, എന്തോ ചെയ്യുന്നു എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരവാണിത്. ഇത്തരത്തിൽ നിങ്ങൾ ബഫിങ് ചെയ്താൽ മതി. അപ്പം എൻജിൻ നമ്മുടെ ഷോറൂമിൽ നിന്ന് തന്ന പോലെ തന്നെ പുതിയ രീതിയിൽ വെട്ടി തിളങ്ങി നമുക്ക് കിട്ടും. അപ്പം എൻജിൻ ബഫിങ് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ റേറ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോംബോ ഓഫർ സർവീസ് സെൻറ്ററിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു 1,250 സംതിങ് രൂപയേ ആയിട്ടുള്ളൂ. സാധാരണഗതിയിൽ ബഫിങ് മാത്രം തന്നെ 1,500 രൂപയൊക്കെ പലയിടത്തും മേടിക്കുന്നുണ്ട്. പക്ഷേ ഇതെന്തോ ഒരു കോംബോ ഓഫർ പോലെ ആയിരുന്നു ഞാൻ ചെന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 1,200 സംതിങ് രൂപയ്ക്ക് എനിക്ക് ഫുൾ ബോഡി പോളിഷും ചെയ്ത് ബഫിങ്ങും ചെയ്തു. ബഫിങ് ചെയ്യുമ്പം നമുക്ക് ദാണ്ട എൻജിൻ്റെ ഈ സൈഡ് ഫുള്ള് ചെയ്യും. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം. വേണ്ട അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഫുള്ള് ബഫ് ചെയ്ത് കിട്ടും. അതിന് പുറമെ നമുക്ക് വേണ്ട ഫ്രണ്ടിലെ ഈ ഒരു കമ്പിയിലും കൂടെ അവർ ബഫിങ് ചെയ്ത് തരും. ഈ രണ്ട് ഭാഗത്തും കമ്പിയിലും കൂടെ ജസ്റ്റ് ഒന്ന് ബഫിങ് ചെയ്ത് നീറ്റാക്കി തരും. ഇത്രയാണ് ബഫിങ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തു തരുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഏതാണ്ട് ഒരു 1,250 രൂപയ്ക്ക് അത്യാവശ്യം ലാഭമായിരുന്നു, നമുക്ക് വൃത്തിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് ബഫ് ചെയ്യാൻ അറിയാവുന്നവർക്ക് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. യൂട്യൂബിലൊക്കെ അതിനെക്കുറിച്ച് ധാരാളം വീഡിയോസ് കിടപ്പുണ്ട്. ഞാൻ ആക്ച്വലി സ്വന്തമായിട്ട് ഇതുപോലെ കുറഞ്ഞ ചിലവിൽ നമുക്ക് തന്നെ ഒരു 250-300 രൂപയുടെ ചിലവിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ അതിനുള്ള ടൈമും സന്ദർഭവും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ എമർജൻസി ആയിട്ട് സർവീസ് സെൻറ്ററിൽ കൊടുത്തങ്ങ് ചെയ്യിപ്പിച്ചത്. അല്ലാതെ ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത് സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് ചെയ്ത് അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അതിനുള്ള ഇത് കിട്ടിയില്ല. ഇനിയിപ്പം ഒരു വർഷം കഴിഞ്ഞിട്ട് ഇനി ചെയ്യേണ്ടി വല്ലതും വന്നു കഴിഞ്ഞാൽ അന്ന് ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. എന്തായാലും യൂട്യൂബിലൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കി സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് ചിലവ് കുറഞ്ഞ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതല്ല നിങ്ങൾക്ക് ടൈമില്ല അല്ലെങ്കിൽ ചെയ്യാൻ അത്ര ഇതില്ല എന്നുണ്ടെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊടുത്താൽ മതി, അവർ വൃത്തിയായിട്ട് ചെയ്ത് തന്നോളും. അപ്പം പ്രൈസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്തു. പിന്നെ ഇത് ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു വണ്ടിയുടെ ആ ഒരു പ്രൗഢി ആ ഒരു മോടി കുറഞ്ഞതുപോലെ ഫീൽ ചെയ്തുകൊണ്ട് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ വണ്ടി എപ്പോഴും ആ ഒരു പുതിയ ഷോറൂം കണ്ടീഷനിൽ തന്നെ എനിക്കിങ്ങനെ കാണണം. ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. പിന്നെ ആ ഒരു പാടും പോകാനും വേണ്ടിയായിരുന്നു. അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല. ചെയ്യേണ്ടവർക്ക് സർവീസ് സെൻറ്ററിൽ ബന്ധപ്പെട്ടാൽ മതി, ചെയ്തു തരും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കണ്ടുകൂട്ടാം. ബൈ.